ഇപ്പോഴാകട്ടെ സയോണും യൂറിയും ഹീജോന്റെ സംഗുവിന്റെയും കൂടെ ഇരുന്നിട്ടാണ് ഫുഡൊക്കെ കഴിക്കുന്നത്. സംഗു ആകട്ടെ തന്റെ ഫുഡൊക്കെ മുറിച്ചതിന് ശേഷം ഹീജോന് കൊടുക്കുകയാണ്. പക്ഷെ സയോണ് അതത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നൊന്നുമില്ല. എങ്ങനെയാണ് സയോണ് ഹീജോനെ അറിയാവുന്നതെന്നൊക്കെ യൂറി ചോദിക്കുമ്പോഴത്തേക്കും ബ്രിട്ടീഷ് എംബസിയുടെ ഒരു ഫംഗ്ഷനൊക്കെ വെച്ച സമയത്താകട്ടെ സൈൻ ലാംഗ്വേജ് അറിയാവുന്ന ഒരാളെ എനിക്ക് ആവശ്യമായിട്ടുണ്ടായിരുന്നു. അന്ന് ഹീജോ ആയിരുന്നു എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ സയോണും പറയുന്നു. സാമുവും സയോണും വൈനൊക്കെ ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കും സയോണാകട്ടെ താൻ വൈൻ കുടിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഗ്ലാസും കമിഴ്ത്തി വെക്കുന്നു. എന്തായാലും സാങ്ങു വൈനൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഹീജോ ആണ് പകരമായിട്ട് വൈനൊക്കെ കുടിക്കുന്നത്. സാങ്ങു എന്ത് ജോലിയാണ് ചെയ്യുന്നതെന്നൊക്കെ സൗൺ ചോദിക്കുമ്പോഴത്തേക്കും അവനും സൈക്യാട്രിസ്റ്റ് ആണെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. അടുത്തതായിട്ട് നീ വിവാഹം കഴിച്ചതാണോ എന്ന് സൗൺ ചോദിക്കുമ്പോഴത്തേക്കും എന്തുകൊണ്ട് അങ്ങനെ ഒരു ചോദ്യമൊക്കെ ചോദിച്ചത്, നിനക്ക് എന്റെ അടുത്ത് വല്ല ഇൻട്രസ്റ്റും ഉണ്ടോ എന്നൊക്കെ സാങ്ങുവും അവന്റെ അടുത്ത് ചോദിക്കുകയാണ്. അവനും ഉണ്ട് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഹീജുവും ആകെ ഞെട്ടിയിട്ട് അവിടെ ഉണ്ടായിരുന്ന വൈനൊക്കെ തട്ടിമറിച്ചൊക്കെ ഇടുന്നുണ്ട്. ഹീജോനും സയോണോടൊന്ന് സംസാരിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവളാകട്ടെ വാഷ്റൂമിൽ പോവുകയാണെന്ന് പറഞ്ഞതിന് ശേഷം അവന്റെ അടുത്ത് കുറെ എക്സ്പ്രഷൻസ് ഒക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ അവനാകട്ടെ അതൊന്നും തന്നെ മൈൻഡ് ചെയ്യാതൊക്കെ ഇരിക്കുന്നു. സയോണും ഒരു കോളൊക്കെ വന്നിട്ട് പോകുന്ന സമയത്താകട്ടെ സംഗുവും അവൻ എന്നെ ഇഷ്ടമാണെന്നൊക്കെയാണ് തോന്നുന്നതെന്നൊക്കെ യൂറിയുടെ അടുത്തും പറയുന്നുണ്ട്. പക്ഷെ അവൻ മാരീഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നായിരുന്നു യൂറിയുടെ മറുപടി. പാർക്കും ഒരാളെ പോലീസിന് പിടിച്ചൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അയാളുടെ സ്ഥലമൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ബോംബൊക്കെ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരുപാട് മെറ്റീരിയൽസ് ഒക്കെ അവിടെ നിന്നും അവർക്ക് ലഭിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. പാർക്കും ഈ ഒരു കാര്യങ്ങളൊക്കെ സയോണ അറിയിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും സ്ഫോടനമൊക്കെ നടന്ന സ്ഥലത്ത് തന്നെ ആയിരുന്നല്ലോ അയാൾ ഉണ്ടായിരുന്നത്. അയാളാകട്ടെ അതൊക്കെ കണ്ടു നിൽക്കുകയായിരുന്നു ചെയ്തത്. മാത്രമല്ല അയാളുടെ വീട്ടിൽ നിന്നും ഒരുപാട് സ്ഫോടന സാധനങ്ങളൊക്കെ ലഭിച്ചിട്ടുമുണ്ട്. സോ കഴിഞ്ഞ 6 മാസത്തിനിടയ്ക്ക് പല പല സ്ഥലത്തായിട്ട് സ്ഫോടനം നടത്തുന്ന ഒരാളെ കുറിച്ച് നീ പറഞ്ഞിട്ടില്ലായിരുന്നോ, അതായിരിക്കും ഇയാളെന്നൊക്കെ ഉറപ്പിച്ചു പറയുകയാണ് സയോണും. 2 ദിവസം കൊണ്ട് ഒരേ സ്ഥലത്തൊക്കെ നീ സ്ഫോടനം നടത്തിയില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പോലീസും അയാളെ ചോദ്യം ചെയ്യുകയായിരുന്നു. പക്ഷെ അയാളാകട്ടെ ഈ ഒരു സ്ഫോടനമൊക്കെ നടത്തിയത് പുള്ളിയാണെങ്കിൽ പോലും ഇതിനു മുമ്പ് സൗണ്ട് ഓഫീസിൽ സ്ഫോടനം നടത്തിയിട്ടുണ്ടായിരുന്നത് താനല്ല എന്നൊക്കെ ഉറപ്പിച്ചു പറയുകയാണ്. മാത്രമല്ല സ്ഫോടനം നടത്തിയത് ഞാനല്ല എങ്കിൽ പ്രായം കുറഞ്ഞ മറ്റൊരു വ്യക്തിയാകുവാനാണ് സാധ്യത എന്നും കൂടി അയാൾ പറയുന്നുണ്ട്. സയോണെ കാത്തു നിൽക്കുകയായിരുന്നു ഹീജുവും. സയോണും ഹീജുവിന്റെ ഫോണൊക്കെ മേടിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നല്ലോ. മാത്രമല്ല സാങ്ങുവിന്റെ മെസ്സേജ് ഒക്കെ കണ്ടതിന് ശേഷമാണ് ഇതേ അടുത്തേക്കൊക്കെ സയോൺ എത്തിയതെന്ന് വിശ്വസിക്കുകയാണ് അവളും. നിനക്കെന്താ എന്നെയും സാങ്ങുവിനെയും സംശയമാണോ? നീ ഇങ്ങനെയൊക്കെ സംശയിച്ചിട്ടുണ്ടെങ്കിലും നീ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തി അല്ല സാങ്ങു എന്നൊക്കെ പറയുകയാണ് ഹീജുവും. പക്ഷേ നിനക്ക് അവനെ നന്നായി അറിയാമെന്നാണോ നീ വിശ്വസിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ എന്നെ കുറിച്ച് നിനക്ക് എന്താണ് പറയുവാനായിട്ടുള്ളത്? എന്നെ നിനക്ക് നന്നായി തന്നെ അറിയാമോ? കഴിഞ്ഞ 20 വർഷമായിട്ട് നമുക്ക് പരസ്പരം പരിചയമുള്ളതാണ്. അങ്ങനെയിരിക്കെ നിനക്കും എന്നെ എത്രമാത്രം അറിയാം? നിന്നെ ഞാൻ നന്നായി തന്നെ മനസ്സിലാക്കിയെന്നൊക്കെ ആയിരുന്നു നേരത്തെ വിചാരിച്ചിരുന്നത്. പക്ഷെ ഇപ്പോഴാണ് എനിക്ക് ആ ഒരു കാര്യത്തിൽ സംശയമൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. സോ നിനക്കും എന്നെ ശരിക്കും അറിയാമായിരുന്നോ എന്നൊരു ചോദ്യമൊക്കെ ചോദിച്ചുകൊണ്ട് സയോണും പോകുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ഹീജുവിന്റെ ഓഫീസിലെ ഡയറക്ടറും ഒരു കാര്യമൊക്കെ പറയുവാനായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഹീജുവിനെ വിളിപ്പിക്കുന്നത്. സയോണും സാങ്ങുവിന്റെ ബിസിനസ് കാർഡൊക്കെ മേടിക്കുന്നുണ്ട്. ഈ ഒരു സമയത്താകട്ടെ നിനക്ക് മാനസികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുകയോ കൗൺസിലിംഗ് ആവശ്യമായിട്ട് വരികയോ ചെയ്യുകയാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു അവനും സൈക്യാട്രിസ്റ്റ് എന്ന പോസ്റ്റ് ഒക്കെ എഴുതിയിട്ടുണ്ടായിരുന്ന ആ ഒരു കാർഡൊക്കെ സയോണും നൽകുന്നത്. പ്രസിഡന്റിന്റെ ഓഫീസിൽ സൈൻ ലാംഗ്വേജ് ഒക്കെ അറിയാവുന്ന ഒരാളെ ആവശ്യമായിട്ടുണ്ടെന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഇപ്പോഴാകട്ടെ അതിന്റെ ഇന്റർവ്യൂ ലെറ്റർ ഒക്കെ വന്നിരിക്കുകയാണ് ഹീജുനും. ഇതൊക്കെ കാണുന്ന ഡയറക്ടറിന് ഒരുപാട് സന്തോഷമായിട്ട് പുള്ളിക്കാരത്തെ ആകെ സെലിബ്രേറ്റ് ചെയ്യുന്നു. പണ്ടാകട്ടെ ഹീജുവും സൈൻ ലാംഗ്വേജ് ഒക്കെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നത് സയോന്റെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടായിരുന്നല്ലോ. ഒരു ഫൺകൾ എന്ന രീതിക്ക് അവന്റെ ഒപ്പം ജോലി ചെയ്യുവാനായിട്ടുള്ള ഒരു അവസരമൊക്കെയാണ് നിനക്ക് ലഭിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഡയറക്ടർ ഇരിക്കുന്നുണ്ടെങ്കിൽ പോലും അവൾക്കും ആ ജോലിക്ക് പോകാനായിട്ട് ഒട്ടും തന്നെ താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അതിന്റെ റീസൺ ആയിട്ട് അവൾ പറയുന്നതാകട്ടെ എന്റെ ഹസ്ബൻഡ് ഞാൻ മരിച്ചു കാണണമെന്നാണ് ആഗ്രഹിക്കുന്നതെന്നാണ്. നീ മരിച്ചു കാണണമെന്ന് ആഗ്രഹിക്കുന്നു എന്നൊക്കെ അവൻ പറയുകയാണെങ്കിൽ അവൻ നിന്നെ ആത്മാർത്ഥമായിട്ട് തന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്നാണ് അർത്ഥം. പിന്നെ ശരിക്കും പിരിയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കപ്പിള് ഇതുപോലെ ഒന്നും ഒരിക്കലും പറയാറില്ല. മറിച്ച് നീ എന്തുകൊണ്ടാണ് ഇപ്പോഴും ചാവാത്തതെന്ന് മാത്രമേ ചോദിക്കുകയുള്ളൂ എന്നാണ് ഡയറക്ടറും പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷെ താനും ഡിവോഴ്സ് ചെയ്യുവാനായിട്ട് പോകുന്നത് നല്ലൊരു ഉദ്ദേശത്തോടു കൂടിയാണ് എന്ന രീതിക്കാണ് അവളും മറുപടി കൊടുക്കുന്നത്. നേരത്തെ ഒരുപാട് സ്ഫോടനമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തിനെ പിടികൂടിയിട്ടുണ്ടായിരുന്നല്ലോ. അയാളാകട്ടെ നേരിട്ട് കണ്ട ഒരു കാര്യത്തെക്കുറിച്ചൊക്കെ പറയുകയാണ്. അതായത് ഒരു ദിവസമാകട്ടെ ചെറിയൊരു സ്ഥലത്ത് ഒരു സ്ഫോടനമൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. ആ സ്ഫോടനത്തിൽ കുറച്ച് തെരുവ് പൂച്ചകളൊക്കെ മരിച്ചും പോയി. പക്ഷെ ഈ ഒരു സ്ഫോടനമൊക്കെ നോക്കി നിൽക്കുന്ന ഒരു വ്യക്തിനെയും ആൾ കണ്ടിട്ടുണ്ടായിരുന്നു. സോ അതേ വ്യക്തി തന്നെ ആയിരിക്കും ഓഫീസിലൊക്കെ സ്ഫോടനം നടത്തിയിട്ടുണ്ടാവുക എന്നൊക്കെയാണ് അയാളും സംശയിച്ചത്. പാർക്കും ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ സയോണയും അറിയിക്കുന്നു.
ആദ്യമാകട്ടെ ആളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുകയും പിന്നീട് ആ ഒരു ടെസ്റ്റിന്റെ ഒക്കെ ഫലമായിട്ട് ഇവരുടെ ഓഫീസിൽ സ്ഫോടനം നടത്തുകയുമായിരിക്കും ചെയ്തിട്ടുണ്ടാവുക എന്നൊക്കെയാണ് സയോണും പറയുന്നത്. മാത്രമല്ല ആദ്യമാകട്ടെ മൃഗങ്ങളെ കൊന്നൊക്കെയാണല്ലോ ആൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അയാൾ ഒരു സൈക്കോപാത്ത് ആകുമെന്നും സയോൺ ഉറപ്പിക്കുന്നു. നേരത്തെ സംഘവും ബിസിനസ് കാർഡൊക്കെ സയോൺ നൽകിയിട്ടുണ്ടായിരുന്നല്ലോ. സയോൺ ആകട്ടെ ആ ഒരു ബിസിനസ് കാർഡ് നേരെ പാർക്കിനെ ഏൽപ്പിച്ചിട്ട് ഇയാളെ കുറിച്ചൊന്ന് അന്വേഷിക്കാൻ വന്നൊക്കെ ചോദിക്കുകയാണ്. പക്ഷേ അത് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ആരാണ് ആ വ്യക്തി എന്നൊക്കെ പാർക്കും മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. അതായത് സാങ്വുവിന് ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. ആ ഒരു ചാനലിന്റെ പേരാകട്ടെ എർത്തലി പാരഡൈസ് എന്നാണ്. മാത്രമല്ല ആ ഒരു വീഡിയോസ് കാണുന്നവരെ പാരഡൈസേഴ്സ് എന്നാണ് അവൻ വിളിക്കുന്നത്. അവന് 2 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ട്. മാത്രമല്ല ക്രിമിനൽ സൈക്കോളജി വഴി അവനും കുറ്റകൃത്യങ്ങളൊക്കെ കണ്ടുപിടിക്കാറും പുറത്തു കൊണ്ടുവരാറുമുണ്ട്. മാത്രമല്ല പെണ്ണുങ്ങൾക്കും അവന് ഒരുപാട് ഇഷ്ടമാണെന്നൊക്കെയാണ് പാർക്കും പറയുന്നത്. അതിന് കാരണമായിട്ട് അവന് വർക്കൗട്ട് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ തന്നെ യൂട്യൂബിൽ ഇടുന്നത് കൊണ്ടാണ് എന്ന് കൂടി പാർക്ക് അറിയിക്കുന്നുണ്ട്. അവനൊരു ഡോക്ടറൊക്കെ അല്ലേ, എന്നിട്ട് ഇത്രയ്ക്ക് ഫ്രീ ടൈം ഒക്കെ അവന് കിട്ടുമോ? അവന് ജോലിയൊക്കെ കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെയാണ് നിന്റെ കാര്യവും. നീയും അവന്റെ വീഡിയോസ് ഒക്കെ ഇരുന്ന് കാണാറില്ലേ? സോ നിനക്കും ജോലിയൊക്കെ കുറവാണെന്നാണ് ഞാൻ കരുതുന്നതെന്നൊക്കെ സയോണും പാർക്കിനൊന്ന് കളിയാക്കിക്കൊണ്ടൊക്കെ പറയുകയാണ്. ഡിവോഴ്സ് ഒക്കെ ചെയ്യുവാനായിട്ട് താല്പര്യമുണ്ടെന്നൊക്കെ ഹീജുവും ഡയറക്ടറിനെ അറിയിച്ച സമയത്താകട്ടെ ഇപ്പോൾ ഡിവോഴ്സ് ചെയ്യുകയല്ല വേണ്ടതെന്നായിരുന്നു ഡയറക്ടറും അവളോട് പറഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നത്. അതായത് ഡിവോഴ്സ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ പിന്നീട് ഒറ്റയ്ക്കൊക്കെ ജീവിക്കേണ്ടതായിട്ട് വരും. അതിന് ഒരുപാട് പണമൊക്കെ ആവശ്യമായിട്ടുണ്ട്. ഇപ്പോൾ സൈൻ ലാംഗ്വേജ് ഒക്കെ അറിയാവുന്ന ഒരാളെ പ്രസിഡന്റിന്റെ ഓഫീസിലേക്ക് ആവശ്യമായിട്ടുണ്ടല്ലോ. സോ നീയും ആ ഒരു ജോലിയൊക്കെയാണ് ഇപ്പോൾ ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിനക്ക് വേറെ എവിടെ വേണമെങ്കിലും ജോലിയൊക്കെ കിട്ടുന്നതായിരിക്കും. സോ ഈ ഒരു ഓഫറൊക്കെ സ്വീകരിക്കണമെന്ന് ഡയറക്ടർ പറഞ്ഞതൊക്കെ ഓർത്തുകൊണ്ട് അവളും നിൽക്കുന്നു. മാത്രമല്ല അവളും കാറൊക്കെ തിരിച്ചെടുക്കാനായിട്ടായിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നത്. കാറിന്റെ അകത്തൊക്കെ കയറിയിട്ട് അവളും കാറൊക്കെ സ്റ്റാർട്ട് ചെയ്ത് നോക്കുന്നുണ്ടെങ്കിലും കാർ സ്റ്റാർട്ട് ആകുന്നുണ്ടായിരുന്നില്ല. മാത്രമല്ല കാറൊക്കെ പാർക്ക് ചെയ്ത ആ ഒരു ഏരിയയിലെ ഷട്ടറൊക്കെ അടഞ്ഞു വരികയും അവളും കാറിന്റെ ഉള്ളിലായിട്ട് പെട്ടുപോവുകയും ചെയ്യുകയാണ്. അതായത് സാധാരണ കാർ പാർക്കൊക്കെ ചെയ്യുന്ന സമയത്താകട്ടെ കാറിന്റെ അകത്ത് ആരും തന്നെ ഉണ്ടാവാറില്ലല്ലോ. പക്ഷെ ഇപ്പോൾ ആകട്ടെ കാറിന്റെ അകത്ത് അവൾ ഒറ്റയ്ക്കൊക്കെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ അവൾ ആകെ പേടിച്ചൊക്കെ പോകുന്നു. എന്തായാലും കാറ് പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല, മറിച്ച് അകത്ത് തന്നെയാണ് ഉള്ളതെന്നൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്ന സെക്യൂരിറ്റിയും പെട്ടെന്ന് തന്നെ ഷട്ടറൊക്കെ തുറന്നു കൊടുക്കുന്നുണ്ട്. പക്ഷെ മൊത്തത്തിൽ പേടിച്ചൊക്കെ പോയിട്ടുണ്ടായിരുന്ന അവളാകട്ടെ നേരെ കാറൊക്കെ സ്റ്റാർട്ട് ചെയ്തു പോകുന്നു. പിന്നീട് നേരെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്ന ഹീജു ആകട്ടെ നേരെ ഫോണൊക്കെ സ്വിച്ച് ഓൺ ആക്കുന്നുണ്ട്. അതായത് സ്ഥിരമായിട്ട് 10 മണിക്കൊക്കെയാണല്ലോ ഹീജു അവനെ കോൾ ചെയ്യാറുള്ളത്. പക്ഷെ ഇപ്പോൾ തന്നെ 10 മണി ആവാറായിട്ടുണ്ട്. വെറും 5 മിനിറ്റ് മാത്രമാണ് അവശേഷിക്കുന്നത്. സോ അവൾ അങ്ങനെ ഫോൺ ചെയ്യുവാനായിട്ടൊക്കെ തുടങ്ങുമ്പോഴത്തേക്കുമാണ് വീട്ടിലേക്ക് സയോണും എത്തുന്നത്. എന്നാൽ പിന്നെ പുറത്തേക്കൊക്കെ പോയേക്കാമെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അവളും ഇറങ്ങുവാനായിട്ടൊക്കെ തുടങ്ങുമ്പോഴത്തേക്കും സയോണും അവളുടെ ഫോണൊക്കെ തിരിച്ചു കൊടുത്തതിന് ശേഷം അവളോട് എവിടെ പോവുകയാണെന്നൊക്കെ ചോദിക്കുന്നു. അവളും ബിയറും ഐസ്ക്രീമും മേടിക്കുവാനായിട്ട് കടയിലേക്ക് പോവുകയാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവൾക്കും അത് മാത്രമേ ആവശ്യമുള്ളൂ എന്നൊക്കെ മനസ്സിലാക്കുന്ന അവനാകട്ടെ സ്വന്തമായിട്ട് അതൊക്കെ മേടിക്കുവാനായിട്ടൊക്കെ ഇറങ്ങി പോവുകയാണ്. എന്തായാലും അവൻ വെളിയിലൂടെ പോകുന്നതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്ന അവളും നേരെ ഫോണൊക്കെ വിളിക്കുന്നു. അപ്പോൾ ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.